ഹായ് ഫ്രണ്ട്സ്, നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 140 മണ്ഡലങ്ങളിലായിട്ട് 883 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാനുള്ളത്. 2,71,42,953 പേർക്കാണ് വോട്ട് ചെയ്യാൻ അർഹതയുള്ളത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെയുള്ള ജെൻസി വോട്ടേഴ്സിന്റെ ആധിപത്യമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഇത്തവണ മിക്ക ജെൻസി വോട്ടേഴ്സും ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണത്തെ നിയമസഭയിൽ ജെൻസി വോട്ടേഴ്സിന്റെ സ്വാധീനം വളരെ വലുതാണ്. ജെൻസി വോട്ടേഴ്സ് വിചാരിച്ചാൽ പല കാര്യങ്ങളും നടക്കാൻ പറ്റുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അർഹരായ സ്ഥാനാർത്ഥികളെ നിയമസഭയിൽ എത്തിക്കാനും അതേപോലെ അനർഹരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിയമസഭയിൽ നിന്ന് ഇറക്കാനും സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ള ജെൻസി വോട്ടേഴ്സിനോടാണ്, ഒരിക്കലും വോട്ട് ചെയ്യാതെ ഇരിക്കരുത്, വോട്ട് ചെയ്യണം. നമുക്ക് നല്ലൊരു തൊഴിലവസരം കിട്ടാൻ വേണ്ടി, ഈ കേരളത്തിന് നല്ലൊരു വികസനം ഉണ്ടാവാൻ വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി ജെൻസി വോട്ടേഴ്സ് തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ ആധിപത്യം തെളിയിക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ആധിപത്യം, നമ്മുടെ വോട്ടിന്റെ ശക്തി എന്താണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യോഗ്യതയില്ലാത്ത ഓരോ സ്ഥാനാർത്ഥികളെയും നമ്മൾ ഒഴിവാക്കണം. യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ നിയമസഭയിൽ എത്തിക്കുകയും വേണം. നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അവരെ നമ്മൾ നിയമസഭയിൽ എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സോ ഓൾ ജെൻസി വോട്ടേഴ്സ്, യു ഷുഡ് വോട്ട്.